ഹലോ രാധേ രാധേ സുഖല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സംഭവം ഇതിൻ്റെ പേരാണ് ഉദ്യാപൻ എന്നാട്ടോ. അപ്പോൾ ഉദ്യാപൻ മീൻസ് നോമ്പ് വെക്കുമല്ലോ, ഈ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നോമ്പ് വെക്കുമല്ലോ. ഇവിടുത്തെ കണ്ടിന്യൂ 6 മാസം വരെ നോമ്പ് വെച്ചതിന്. അപ്പോൾ എന്താ, നോമ്പ് വെക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് ഒരു ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും, എനിക്ക് എത്ര 40 നോമ്പ് വെക്കണം, 50 നോമ്പ് വെക്കണം, 20 നോമ്പ് വെക്കണം. അത്ര നോമ്പ് ഒരു കംപ്ലീറ്റ് ആകുമ്പോൾ ലാസ്റ്റ് അത് സംഭവം ആ നോമ്പ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചെയ്യുക, ഉദ്യാപൻ ചെയ്യുക. അപ്പോൾ സംഭവം എല്ലാ ആഴ്ചയാണ് കേട്ടോ നോമ്പ് ഉണ്ടാവുക. എല്ലാ ആഴ്ച സംഭവം ഇപ്പോൾ വ്യാഴാഴ്ച ആണെങ്കിൽ എല്ലാ വ്യാഴാഴ്ച പിന്നെ ഈ പീരിയഡ്സ് ആയ ദിവസം നോമ്പ് ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ സംഭവം എന്താണ് നോമ്പുണ്ടാവും. പിന്നെ എല്ലാ ആഴ്ച ഇങ്ങനെ നോമ്പ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ 21 നോമ്പായി കഴിയുമ്പോൾ അപ്പോൾ ഒരത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കുറച്ച് ചടങ്ങുകൾ രീതികളൊക്കെ കൊണ്ടാണ് ഒരു സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതിലെന്താ പറയുക, ഇത് വെള്ളിയാഴ്ചത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, നിങ്ങൾക്ക് ചിലവർക്ക് ചിലപ്പോൾ അറിയലുണ്ടാവും, ചിലവർക്ക് അറിയലുണ്ടാവില്ല. അപ്പോൾ പറയാം, ഈ ലക്ഷ്മി ദേവി ഉണ്ടല്ലോ, ഓർക്ക് വേണ്ടിയിട്ട് ചെയ്ത നോമ്പാണ്. 6 മാസമായിട്ട് 21 നോമ്പ് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ അത് 6 മാസമാണ് എടുത്തത് ഈ നോമ്പ് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സംഭവം ഹസ്ബൻഡിൻ്റെ പെങ്ങളായിട്ട് വെച്ച് ഈ നോമ്പ്. അപ്പോൾ ഓരത് ഈ കഴിഞ്ഞ ആഴ്ച 21 നോമ്പ് തീർന്ന്. അപ്പോൾ 21 നോമ്പ് തീർന്നു. അപ്പോൾ ഈ ആഴ്ച ഒരു ഉദ്യാപനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെന്താ അറിയോ, 21 നോമ്പാണല്ലോ എടുത്തത്. അപ്പോൾ അങ്ങനെ 21 കന്യ മീൻസ് ഈ പെൺകുട്ടികളുണ്ടാവുമല്ലോ, ഓർക്ക് 21 പെൺകുട്ടികളെ ഭക്ഷണം കൊടുക്കണം, പിന്നെ ഭക്ഷണം കഴിപ്പിക്കണം. പിന്നെ അങ്ങനെയൊക്കെയാണ് നവരാത്രിയിലൊക്കെ ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ ഏകദേശം. അപ്പോൾ അങ്ങനെ 21 പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് സംഭവം ഈ പരിപാടി ഉദ്യാപൻ. അപ്പോൾ ഇന്ന് ഒരു നോമ്പ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്പെഷ്യൽ എങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെ നടക്കണം എന്നൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പൂരിയാണ് ഉണ്ടാക്കുന്നത്. എനിക്കിന്ന് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത്. ഹായ് കാവ്യ, പിങ്കി, ടോ, ഹായ്. എന്താണ് പൂരി ഉണ്ടാക്കുകയാണേ. പിന്നെ ഉള്ളിൽ ഇതാ അവര് ചെയ്യാണ്. ഇതെന്താ, പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് വലിയ ചട്ടിയിലാട്ടോ ചെയ്യണേ. ഇതാട്ടോ പായസമാണ്. ഇത് ഹൽവ റവയും കൊണ്ട് ഉണ്ടാക്കിയതാണ്, മധുരമാണ് കേട്ടോ. അത് കടലയാണ് കേട്ടോ, ബോയിൽ ചെയ്തതാണ്. പിന്നെ ഇത് മറ്റേ കാബുളി കടലേൻ്റെ കറിയാണേ. പിന്നെ ഇത് പൊട്ടാറ്റോ കറിയാണ് കേട്ടോ. ഇതാണ് ഉപ്പേരിയാണ്, പൊട്ടാറ്റോ ഉപ്പേരി. പിന്നെ ഇത് റായ്ത്ത. ഇതില്ലേ മറ്റേത് തൈര് കൊണ്ടാട്ടോ ഉണ്ടാക്കല്, റായ്ത്ത. നമ്മൾ മോരുണ്ടാക്കൂല അതേപോലെ തന്നെയാണ്. പിന്നെ ഇത് സലാഡ്. പിന്നെ എന്താ ഇതിനാണ് കേട്ടോ. അതെ, അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിന് കേട്ടോ. ഹായ് ടോ. ഇത് മോളാണ് കേട്ടോ, മോളെ ടോ എന്നാട്ടോ വിളിക്കുക. ടോ മീൻസ് ബിട്ടോ എന്നാട്ടോ. അപ്പോൾ ഇവിടെ ബിട്ടോ എന്ന് പറയുമ്പോൾ നല്ല സ്നേഹത്തോടെ നമ്മൾ മോളൂസേന്ന് പറയുമല്ലോ, അപ്പോൾ അതേമാതിരി ബിട്ടോ എന്നാണ് പറയട്ടോ സ്നേഹത്തോടെ. അപ്പോൾ ബിട്ടോൻ്റെ ഷോർട്ടാക്കി ടോ എന്നാക്കിയേ. അപ്പോൾ നമ്മൾ ഇതിന് മോളെ ടോ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് സംഭവം ആൻസർ തരും. बाय तो नोजी किधर है, नोजी? ओ माउथ किधर है, माउथ छी. हाँ
हाँ പിന്നെ കുട്ടികളിങ്ങനെ കളിക്കുകയാണേ. ആ ഇതാട്ടോ, ഇതാണ് ഇത് സെറ്റ് ചെയ്യാണേ. ഇങ്ങനെ ആട്ടോ ഓരോ കന്യക്ക് കൊടുക്കാൻ ഇതിട്ടോ. ഇതൊക്കെ ഈ വരുന്ന ദേവീനൊക്കെ കൊടുക്കാനാണ്, കന്യക്ക് കൊടുക്കാനാണ് കേട്ടോ. और देखिए रुपया ही रुपया नेल पेंट नहीं है ട്ടോ ബൗള്, പിന്നെ ഗോതമ്പ് ഈ ബൗളിലാട്ടോ ഒക്കെ വെച്ച് കൊടുക്കണേ. പിന്നെന്താ अब जब तुम आओगे तब मिल जाएंगे, ठीक है? ഇവിടെ കുട്ടികൾ വരാൻ തുടങ്ങിട്ടോ. ഇതിലെന്തൊക്കെ ചെറിയ കുട്ടികളെ ക്ലിപ്പ്, റിബണ്, പിന്നെ പൈസ, പിന്നെ കുംകുമ്, എന്താ ഇത് ഓരോ പെൺകുട്ടിക്ക് കൊടുക്കാനാണ്. അങ്ങനെ നല്ല രസമുണ്ട് ഇത് കാണാനിങ്ങനെ. पढ़ाई नहीं हो रही स्कूल फोन करके तो जी सबको बता रहा ഇപ്പോൾ കഥ പറയാണ് കേട്ടോ. ഇന്ന് ലാസ്റ്റാണ്. अच्छा कन्या को खाने मिलता है। कन्या कहाँ करने पड़ती है? ये बताइए। ये नहीं ठीक. ഇങ്ങനെയാണ് കേട്ടോ കന്യാപൂജ ഇവിടെ. इधर देखो, स्माइल प्लीज।
बैठ ले बैठे की यहाँ था जगह तुम खा लो बाबू बाबू तुम खा लो अबे तो खा लेगी खाओ खाओ बैठ जा कुर्सी में बैठ कुर्सी में बैठ जा ना चलो ഇതാണ് കേട്ടോ ഉദ്യാപ്പൻ. അങ്ങനെ ഉദ്യാപൻ കഴിഞ്ഞിട്ടോ ഇനി എന്താണ് ഇതാണ് ഉദ്യാപൻ മെയിൻ ഉദ്യാപൻ ഇങ്ങനെ ഉണ്ടാവല്. അപ്പോൾ ഓരോ ഇനി നോമ്പൊക്കെ കഴിഞ്ഞ് 6 മാസമാണ് ചെയ്തത്. ഇനി എന്താണ് ഇനി അടുത്ത ആഴ്ച മുതൽ അങ്ങനെ നോമ്പൊന്നുമില്ല. ഇനി എടുക്കണമെങ്കിൽ ഓർക്ക് ഇതേപോലെ തീരുമാനിച്ചിട്ട് എടുക്കണം, മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ അതന്നെ ഞങ്ങൾ കണ്ടത് തന്നെ. പക്ഷേ ഇപ്പം ഞാൻ എക്സ്ട്രാ ചോറ് വെച്ച്, കാരണം ഒരു ചോറ് ഉണ്ടാക്കിയില്ലേനി. അപ്പോൾ ഞാൻ ചോറ് എക്സ്ട്രാ ഉണ്ടാക്കി. അപ്പോൾ കാരണം എനിക്ക് ചോറില്ലാതെ സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചോറുണ്ടാക്കി.